സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മനോഹരമായ നല്ല പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ദേവർക്കും ദൈവത്തെ സ്തുതിപ്പാൻ ഒരു നല്ല അവസരം ലഭിച്ച നല്ല നാഥന് നന്ദി പറയുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഈ മിഷൻ സെവനിലൂടെ പ്രേക്ഷകരായ നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് പങ്കുവയ്ക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, യേശുവിനെ പോലെ ആകുക, ലോകത്തെ പോലെ അരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചിന്താവിഷയം യേശുവിനെ പോലെ ആകുക, ലോകത്തെ പോലെ അരുത്. വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 13-14 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. അതിപ്രകാരമാണ്: നിന്റെ സഞ്ചിയിൽ തൂക്കം ഏറിയതും കുറഞ്ഞതുമായ 2 തരം പടി ഉണ്ടാകരുത്. നിന്റെ വീട്ടിൽ മുറുക്കവും എളുപ്പവുമായ 2 തരം പറയും ഉണ്ടാകരുത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നവർ അല്ലെങ്കിൽ കരുതുന്നവർ തമ്മിൽ സ്നേഹവും സഹതാപവും ഉള്ളവരായിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തിയില്ല എങ്കിൽ ഒരു ഗുണവുമില്ല എന്നാണ് അതിൻ്റെ സാരം. അതുകൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ സ്വന്തം പോലെ സംരക്ഷിക്കുകയും വേണം. പാലം കടക്കുന്നവരെ യേശുവേ യേശുവേ, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തരത്തിലുള്ള യാത്രകളല്ല. നാം ദൈവത്തെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആയതുപോലെ നാം മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഒരു സ്വഭാവ രൂപീകരണം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തെ, സഭയെ, മനുഷ്യരൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റെ അല്ലെങ്കിൽ മാനദണ്ഡം നിലവാരമനുസരിച്ച് നടക്കുന്നവരായിട്ടല്ല. എന്ന് പറഞ്ഞാൽ നാടോടുമ്പോൾ നടുവേ ഓടുന്നവരായിട്ടല്ല, കാലം മാറുന്നതനുസരിച്ച് നാം മാറുകയല്ല. പിന്നെയോ, യേശു ക്രിസ്തു ലോക രക്ഷിതാവും മാത്രമല്ല, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവൻ, ലോക ചരിത്രത്തെ 2ആയി കീറി മുറിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കുന്ന നാം അങ്ങനെ ഓടേണ്ടവരല്ല, അങ്ങനെ പ്രവർത്തിക്കേണ്ടവരല്ല. പിന്നെ യേശുവിനെ പോലെ നാം ആയിത്തീരണം. യേശുവിനെ പോലെ നാം സംസാരിക്കുക, യേശുവിനെ പോലെ നാം പ്രവർത്തിക്കുക, യേശുവിനെ പോലെ സൗമ്യനാകുക, യേശുവിനെ പോലെ നമ്മൾ സാവധാനമുള്ളവരായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ ജയിക്കുവാൻ, ജനത്തെ കൂട്ടുവാൻ, നാം ദൈവത്തിൻ്റെ മകൻ, മകൾ, ദൈവത്തിൻ്റെ പൈതൽ എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയായിത്തീരുകയുള്ളൂ. ആ മാത്രമല്ല, ഇതെല്ലാം നഷ്ടപ്പെടുവാനുള്ള കാരണം, ദൈവസ്നേഹം നമ്മൾ നഷ്ടപ്പെടുവാൻ കാരണം ദ്രവ്യാഗ്രഹമാണ്. വേദപുസ്തകത്തിൽ പ്രകാരം പറഞ്ഞു, ദ്രവ്യാഗ്രഹം സകല ദോഷങ്ങൾക്കും മൂല കാരണമാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഇന്നത്തെ ചുറ്റുപാടിൽ ദൈവസ്നേഹം കുറയുവാൻ കാരണം അധർമ്മം പെരുകുന്നു. അധർമ്മം പെരുകുവാൻ കാരണം ദ്രവ്യാഗ്രഹമാണ്. ഈ ദ്രവ്യാഗ്രഹത്തിലൂടെ നമുക്ക് സകലവിധമായ ദോഷങ്ങൾക്കും മൂലകാരണമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ്. മാത്രമല്ല, ഈ തലമുറയിൽ നേട്ടത്തിനുള്ള ആഗ്രഹം, ആഗിരണം ചെയ്യുന്ന ആവേശമാണ് ഇന്ന് മനുഷ്യന്. എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നമുക്ക് ഇണങ്ങിച്ചേരാം, സമൂഹത്തിൽ എനിക്ക് എങ്ങനെ ഉന്നതനായി തീരാം, ഈ വിധ പരിശ്രമത്തിലൂടെ മനുഷ്യൻ ആഗീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ആയിത്തീരുക, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അപ്രകാരമായില്ല എങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായ നിമിഷങ്ങൾ ഇതാ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ദിവസേന ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ, ഭീകരമായ സാഹചര്യം, അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവമക്കളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെന്ന് പറയുന്നവരും ദൈവവിശ്വാസി എന്ന് പറയുന്നവരിലൂടെ ഇന്ന് രക്തം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഭയാനകമായ വിധത്തിൽ ലോകം, സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, യേശുവിനെ പോലെ ആകുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ ലോകത്തും അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ലോകത്തും സൗമ്യതയുള്ളവരായി, സാവധാനമുള്ളവരായി നമുക്ക് നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിയും. ആയതുകൊണ്ട് യേശുവിൻ്റെ ഒരു നല്ല സ്വഭാവത്തിന് വേണ്ടി, യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവവചനത്തിലൂടെ സമർപ്പിക്കാം, നമ്മെ തന്നെ ഒരുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോവുകയാണ്. ഒരു ക്രിസ്ത്യാനിയായ ഒരു ദൈവനെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിൻ്റെ വചന പ്രകാരം പറയുന്നു, യേശുവിനെ പോലെ ആകുക, ലോകത്തെ പോലെ ആകരുത് എന്ന് പറഞ്ഞു. ആകയാൽ ദൈവമേ, പ്രേക്ഷകരായ ഓരോ ദൈവമക്കളും ഈ പ്രസംഗിക്കുന്നതായ അടിയാനും ദൈവത്തെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആൾമക്കളെ നേടുവാൻ, രാജ്യത്തെ നേടുവാൻ,
ലോകത്തെ നേടുവാൻ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും അതിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.